യെസ്, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിയിരുന്നോളൂ. ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആണ്. ഇതിൽ പി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഈസി ആണ്. നമുക്കറിയാം പിയും ക്യൂവും ആറും ഇവിടെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന്? മിഡ് പോയിന്റ് ആണ്. സോ പി എന്ന് പറയുന്ന പോയിന്റിന്റെ മിഡ് പോയിന്റ് കാണാനായി 3ഉം 1ഉം ആഡ് ചെയ്യുക. വാട്ട് ഈസ് 3 + 1? 4. 4ന്റെ പരിധി എത്രയാണ്? 2. ക്ലിയർ ആണോ? അടുത്ത 6 + 0 എത്രയാണ്? 6. അതിന്റെ പരിധി എത്രയാണ്? 3. 2, 3 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടോ? പി. ദെൻ ക്യൂ ആണ് അടുത്തത് കണ്ടുപിടിക്കുന്നത്. ക്യൂ ഒന്ന് പറഞ്ഞാൽ ക്യൂ എത്രയാണ്? 1 + 11 12 അല്ലെ? 12ന്റെ പകുതി എത്രയാണ്? 6. ക്ലിയർ അല്ലേ? അത് 0 + 0 0. 0നെ എന്തോട്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ എന്തെന്നെയാണ്? 0 തന്നെയാണ്. 6ഉം കൂടി ഞാനൊന്ന് വെറുതെ കണ്ടുപിടിച്ച് വെക്കുകയാണ്. 6 എന്ന് പറഞ്ഞ 11 + 3 40 അല്ലെ? 40ന്റെ പകുതി എത്ര? 7. ക്ലിയർ അല്ലേ? 6 + 0 എത്രയാണ്? 6. 6ന്റെ പകുതി എത്രയാണ്? 3. ചോദിക്കാത്തതും എല്ലാം ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ ഓക്കെ ആയിട്ടുണ്ടാവും. ഇനി പി എഴുതി വെക്കുക, ക്യൂ എഴുതി വെക്കുക. പിന്റെ ആൻസർ എന്താണ്? 2, 3 എന്നാണ് കേട്ടോ. ആൻസർ ഇങ്ങനെ എഴുതി വെക്കണം. പി എത്രയെന്ന് വെച്ചാൽ P = പറഞ്ഞിട്ടല്ല മാത്സിൽ ഇതിൽ എഴുതുക. P 2, 3 എന്ന് എഴുതുക ആൻസർ. അടുത്തത് ക്യൂ എത്രയെന്ന് എഴുതുക. എങ്ങനെയാണ് ക്യൂ എഴുതൽ? ഇങ്ങനെയാണ്. Q = എന്നല്ല എഴുതുക, Q60 എന്നാണ് എഴുതുക. ഇതൊക്കെ അറിയാം എന്ന് വിചാരിക്കുന്നു. ബി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്റർസെക്ഷൻ ഓഫ് PR. ഈ PR എന്നതും AQ എന്ന ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ചോദിച്ചാൽ അവിടെ കണ്ടുപിടിക്കേണ്ടത് മിഡ് പോയിന്റ് ആണ്. ഡയഗണൽസിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ നിങ്ങളെ മെയിൻ ഡൗട്ട് ഇതായിരിക്കും, PR-ന്റെ കാണണോ AQ-ന്റെ കാണണോ? ഏത് കണ്ടാലും സെയിം ആൻസർ ആണ് കിട്ടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാം. യെസ്, സോ ഞാൻ കാണുകയാണ് 2 + 7. 2 + 7 എത്രയാണ്? 9 അല്ലെ? 9/2. 9/2 അല്ലെ? അടുത്തത് 3 + 3 എത്രയാണ്? 6. 6/2. വാട്ട് ഈസ് ദ ആൻസർ? 9/2 എന്ന് പറഞ്ഞാൽ 9/2 തന്നെയാണ്. വേറെ കൊണ്ടുപോയി എഴുതരുത്. 9/2 ഓൾവേസ് 9/2. 6/2 എത്രയാണ്? 3. ഈ ആൻസർ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ ആൻസർ കിട്ടിയ ആൾക്കാരെന്ന് കൈവക്കിക്കാം. യെസ്, വെരി സിമ്പിൾ ആണ്. അടുത്തത് സെൻട്രോയിഡ് കാണാനാണ്. PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇതാണ് ട്രയാങ്കിൾ. P എത്രയാണ്? 2, 3. R എത്രയാണ്? 7, 3 അല്ലേ? Q എത്രയാണ്? 6, 0. സെൻട്രോയിഡ് കാണാൻ ചോദിച്ചാൽ ചെയ്യേണ്ടത് 3 x കോർഡിനേറ്റും ആഡ് ചെയ്യുക. 3 x കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? 2ഉം 7ഉം 6ഉം. 2ഉം 7ഉം 6ഉം ആഡ് ചെയ്താൽ എത്രയാണ്? 2ഉം 7ഉം 6ഉം ആഡ് ചെയ്താൽ എത്ര? 15 അല്ലെ? 15/3 ആണ് ചെയ്യേണ്ടത്. 15/3. മറ്റേത് 3 + 3 6. 6 + 0 6 തന്നെ. 6/3. So what is the answer? 5. Answer 5/2. Answer 5/2 കിട്ടിയാലെന്ന് കൈവക്കുക. വെരി സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സെൻട്രോയിഡ് ഒക്കെ അത്ര വെരി സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ്. സെൻട്രോയിഡ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും.